ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കൊച്ചിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ CWC അല്പസമയത്തിനകം ഏറ്റെടുക്കും. 2 മാസമായിട്ടും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ സന്നദ്ധത അറിയിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കുഞ്ഞിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിധി എന്ന് പേരിട്ടു. വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ആ കുഞ്ഞിനെ CWC ഏറ്റെടുക്കാൻ പോവുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? വിഷ്ണു കേൾക്കാമെങ്കിൽ. ജാർഖണ്ഡ് സ്വദേശികളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോവുകയാണ് CWC. 2 മാസമായിട്ടും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ സന്നദ്ധത അറിയിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ CWC ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോകുന്നത്. കുഞ്ഞിന് നിധി എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരിട്ടത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കുട്ടിയെ ഇന്ന് കൈമാറുകയാണ്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച കേരളത്തിൽ നിന്ന് കടന്നു കളഞ്ഞത്. അവർക്ക് ഏകദേശം ഈ ജാർഖണ്ഡിലേക്ക് പോകുന്നതിലാണ് അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടാകും. പിന്നീട് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തത്. 7ാം മാസത്തിലായിരുന്നു പ്രസവം നടന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുട്ടിക്കുണ്ടായിരുന്നു. കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ പിന്നീട് ഈ കുട്ടിയെ കൊണ്ടുപോകാതെ ഈ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ തിരികെ വരാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ ചികിത്സയടക്കം സർക്കാർ ഏറ്റെടുത്തത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുട്ടിയെ സർക്കാർ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നു. കുട്ടിയുടെ പരിചരണം അടക്കം, കുട്ടിയുടെ തുടർന്നുള്ള ഭാവി അടക്കം സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യം മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് നിധി എന്നാണ്. കുട്ടി ജനിക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 950 ഗ്രാം മാത്രമാണ് വെയിറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 1.5 മാസത്തിനിപ്പുറം കുട്ടി 2.5 കിലോ തൂക്കത്തിലേക്ക് എത്തി പൂർണ്ണ ആരോഗ്യവതിയായി ഇരിക്കുന്നു എന്നാണ് ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകളെല്ലാം പറയുന്നത്. നഴ്സിംഗ് സ്റ്റാഫുകളെല്ലാം വലിയ സന്തോഷത്തിലാണ്. അവര് ഏകദേശം 1.5 മാസത്തോളം ഈ കുട്ടിയെ ഇവിടെ പരിചരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വൈകാരികമായ നിമിഷം കൂടിയാണ്. അവർ നേരത്തെ ആദ്യമായാണ് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകുന്നത്. നഴ്സിംഗ് സ്റ്റാഫ് നമ്മളോട് ശരിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടായിരിക്കുമല്ലോ, പക്ഷെ വലിയ സന്തോഷവും സങ്കടമൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ്. കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം പൊടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകുന്നതാണ്. നമ്മളെന്നല്ല, ഈ ഞങ്ങളുടെ NIS ടീമിൽ തന്നെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് ഓരോ ഷിഫ്റ്റ് വരുന്ന നമ്മൾ ഓവർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആദ്യം ആ കൊച്ചിന്റെ കാര്യം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഓവറിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞു പോലെ കൊണ്ടു നടന്ന കുഞ്ഞിനെ തിരിച്ച് അവരുടെ കൈ കൊടുക്കാൻ നമുക്ക് വലിയൊരു വിഷമമാണ്. കുട്ടിയുടെ പേര് നിധി എന്നാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിധി പോലെ തന്നെ ആയിരുന്നു? അതെ, നിധി പോലെ. നിധിന്ന് ഒഫീഷ്യലായിട്ട് ഇങ്ങനെ സാറ് പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞുമണി അങ്ങനെ എല്ലാവരും വിളിക്കും. മണിക്കുട്ടി, കുഞ്ഞുമണി, കുഞ്ഞാവ, അങ്ങനെ എല്ലാവരും വിളിക്കും. എല്ലാത്തിനോട് റെസ്പോണ്ട് ചെയ്യും. എല്ലാം നമ്മള് കൈകാര്യം ചെയ്യുമ്പോൾ ആരാണ് എടുക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ആളാരാണ്, അങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ആരോഗ്യമൊക്കെ ഇപ്പൊ പൂർണ്ണസ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കൊണ്ടുവരുന്ന സമയത്ത് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ? വെയിറ്റ് കൂടി, ഇപ്പൊ 2.5 ആയി. പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഉന്മേഷ, ഈ കുഞ്ഞ് ഇവിടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. പക്ഷെ ഈ ഇവിടുത്തെ നഴ്സുമാർ എല്ലാവരും ചേർന്ന കുഞ്ഞിന് ഒരുപാട് അമ്മമാർ ഉണ്ടായ ഒരു സന്തോഷം ഇവിടെയുണ്ട്. ശരിയാ, സന്തോഷം അവരുടെ മുഖത്തുണ്ട്. വിഷ്ണു, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.